ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നോമ്പുകാലത്ത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അനിഷേധ്യമായി കടന്നു വരുന്ന 3 മേഖലകൾ: ഒന്ന് ധർമ്മദാനം, മറ്റൊന്ന് പ്രാർത്ഥനാ ജീവിതം, മറ്റൊന്ന് ഉപവാസത്തിൻ്റെ ജീവിതം. ലിയോ പാപ്പ ഈ നോമ്പുകാലത്ത് നമുക്ക് തന്നിരിക്കുന്ന 3 ദർശനങ്ങൾ ഈ 3 മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഭാവങ്ങളെക്കുറിച്ച്, ദാനധർമ്മ മേഖലയിൽ നാം പുലർത്തേണ്ട മേഖലകളെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തിൽ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മിൽ തന്നെ വരുത്തേണ്ട പരിത്യാഗ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ 3 മേഖലകളെക്കുറിച്ചും തന്നെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഈ 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമായി സൂചിപ്പിക്കുന്നത് ധർമ്മദാനത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ധർമ്മദാനം നടത്തേണ്ടത്? ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്: നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. പരസ്യം വേണ്ട, പബ്ലിസിറ്റി സ്റ്റണ്ട് വേണ്ട. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക. അത് മറ്റൊരാളെ അറിയിച്ചിട്ട് അവൻ്റെ കയ്യടി വാങ്ങിച്ചിട്ട് ആകണ്ട എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക. നിനക്ക് ദൈവം തന്നിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നിന്റെ തടിയിൽ തട്ടുന്ന രീതിയിലുള്ള ധർമ്മദാനം, അത് സാധാരണഗതിയിൽ ദശാംശം എന്നൊരു കാഴ്ചപ്പാടാണുള്ളത് എങ്കിൽ നോമ്പുകാലത്ത് ഒരു പടി കൂടെ കടന്ന് നീ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കരുതി വച്ചിരുന്ന ധനശേഖരണത്തിൽ നിന്ന് ഒരു മേഖല, അല്പം കൂടെ വ്യക്തിപരമായി നിനക്ക് കൈവരിക്കാമായിരുന്ന ചില സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമൊക്കെ നോമ്പുകാല പരിത്യാഗത്തിന് ഭാഗമായിട്ട് വേണ്ട എന്ന് വെക്കുക. ഒരു നല്ല ഷർട്ട് വാങ്ങാൻ ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഷർട്ട് വാങ്ങിച്ചിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിക്കുമ്പോൾ, ഒരു നല്ല ഭവനം പണിയാൻ വേണ്ടിയിട്ട് നീ കരുതി വച്ചിരിക്കുന്ന വിഭവത്തിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി തീർന്നുകൊണ്ട് ഒരു നല്ല കാറ്, സ്വർണ്ണാഭരണങ്ങൾ, സ്ഥലം, എന്തുമായിക്കൊള്ളട്ടെ, ഇതൊക്കെ നിൻ്റെ സ്വപ്നഭൂമികയാണ് എങ്കിൽ അതിനുവേണ്ടി കരുതി വച്ചിരിക്കുന്നതിൻ്റെ ഓഹരിയിൽ കുറച്ച് അത് ഇല്ലാത്തവനുമായി പങ്കുവെക്കാൻ തയ്യാറാകുമ്പോൾ, അത് ആരും അറിയാതെ കൊടുക്കാൻ നീ മനസ്സ് വെക്കുമ്പോൾ, അവിടെ ധർമ്മദാനത്തിൻ്റെ മേഖലയിൽ തമ്പുരാൻ്റെ വിപ്ലവത്തിൽ നാം ഭാഗവാക്കുകളാകുക. ആരെയും അറിയിച്ചിട്ടല്ലാതെ വ്യക്തിപരതയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക ചില കാര്യങ്ങളൊക്കെ. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറഞ്ഞു വച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. നീ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണ്ട. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക. 2 രീതിയിൽ നമുക്കിതിൻ്റെ അർത്ഥത്തെ കാണേണ്ടതുണ്ട്. ഒന്ന്, നിൻ്റെ സ്വകാര്യതയുടെ, വ്യക്തിപരതയുടെ പ്രാർത്ഥനയുടെ ഒരു തലം ഉണ്ടാവുക തന്നെ വേണം. അത് ഒരു ഉൾവലിയല, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന ഒരു പെർഫോമ അല്ല. ഇവിടെ നീ നിൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിയുക. മറ്റുള്ളവരെ കാണിക്കാനല്ലാത്ത കുറച്ച് പ്രാർത്ഥനകൾ, നീ നിൻ്റെ ദൈവവും മാത്രം അറിയുന്ന ചില പ്രാർത്ഥനാ ശൈലികൾ,
ആരും അറിയാതെ, ആരെയും ബോധ്യപ്പെടുത്താതെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വായിച്ച് വ്യക്തിപരമായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ നിനക്ക് നിൻ്റെ ഉൾവലിയലിൻ്റെ കഥകടയ്ക്കലിൻ്റെ ഒരു മേഖല വളരെ വ്യക്തമാണ്. മറ്റൊന്ന് ഈശോ പറയുന്നത്, നമ്മുടെ വ്യഗ്രതകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക, ജനകാലകൾ അടയ്ക്കുക, കഥകുകൾ അടയ്ക്കുക, നിന്നെ തന്നെ, നിൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യുന്ന ചില ഭാവങ്ങളിൽ നിന്നൊന്ന് പിൻവാങ്ങുക. ഒച്ചപ്പാടും ബഹളവും നടക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. നിൻ്റെ കണ്ണും കാതും തുറന്നിരുന്ന്, നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ചിട്ട് എല്ലാ അസ്വസ്ഥതകളും, എല്ലാ പ്രലോഭനങ്ങളും, എല്ലാ പാപ സാഹചര്യങ്ങളും കൊണ്ട് പോരട്ടെ എന്ന് വെക്കുന്നതിനപ്പുറത്ത് നിൻ്റെ ഒരു കഥകടയ്ക്കൽ, ഒരു ജനലടയ്ക്കൽ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നിന്നിലേക്ക് തന്നെ ഉൾവലിയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ചില ഭാവങ്ങൾ. അത് പരസ്യമായിട്ടുള്ള പ്രാർത്ഥന അനുഭവം വേണ്ട എന്ന് വെച്ചിട്ട് ചെയ്യണമെന്നല്ല. പള്ളിയിൽ പോകണ്ട, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട, കുർബാനയിൽ ഉറക്കെ പ്രാർത്ഥിക്കേണ്ട, ജപമാല ചൊല്ലുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും അല്ല ഇതിനർത്ഥം. അതൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി, ഒരു കമ്മ്യൂണിറ്റി പ്രയറിൻ്റെ ഭാഗമായിട്ട് അതിനൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോടെ നീ സമയം കണ്ടെത്തുക തന്നെ വേണം. ഇത് അഡീഷണൽ ആയിട്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പുതിയൊരു ശൈലി മാറ്റം ഉണ്ടാക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാർത്ഥതയുണ്ടാക്കാൻ, ചൊല്ലിത്തീർക്കലുകളായിട്ട് നമ്മുടെ ജപമാലകളും മറ്റു പ്രാർത്ഥനകളും ഒക്കെ തീരുക. ചിലരൊക്കെ ചെല്ലുന്നത് കേട്ടാൽ അതിശയമാണോ, അത്ഭുതമാണോ, ഭയമാണോ, എന്താ തോന്നുക എന്നറിയില്ല. എന്താ വേഗത, എന്താ സ്പീഡ്. ഇത് കടമ തീർക്കലാണ്. ഒരു കൊന്ത ചെല്ലിയെന്ന് വരുത്തി തീർക്കുന്നു, ഒരു സമയം ബൈബിൾ വായിച്ചു എന്ന് വരുത്തി തീർക്കുന്നു, ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുന്നു. അതല്ല. നിന്റെ ഹൃദയ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ നീ തീരുമാനിക്കുക. കുറേ ഏറെ സമയം ദൈവസന്നിധിയിൽ സ്വസ്ഥമായിട്ട് നിനക്ക് ഇരിക്കാൻ സാധിക്കുക. ഈ ഒരു മേഖല നമുക്ക് അല്പം കൂടെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനാ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കുക. മൂന്നാമതായിട്ട് ഈശോ പറയുന്നത് നമ്മുടെ പരിത്യാഗ പ്രവർത്തനങ്ങളുടെ മേഖലകളെക്കുറിച്ചാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി മാറ്റിയിട്ട് കത്തോലിക്ക സഭ അതിന് വിശ്വാസികളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ആണ്ടുവട്ടത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് സഭ പരസ്യമായ ഉപവാസത്തിന് ആഹ്വാനം ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് നീ ചെയ്യുന്ന എല്ലാ ദിവസത്തെയും ആകാം, എല്ലാ വെള്ളിയാഴ്ചത്തെയും ആകാം, നിനക്ക് തീരുമാനിക്കാവുന്ന കുറേ ദിവസങ്ങളൊക്കെ ആകാം. അത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഭ നിഷ്കർഷിക്കുന്ന ചില ഉപവാസത്തിൻ്റെ ദിനങ്ങൾ, ആ ദിവസങ്ങളിൽ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഉപവസിക്കുന്നു എന്ന് ചിന്തിക്കാനാവുക. ശുദ്ധ മലയാളത്തിൽ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപവസിക്കലാണല്ലോ, കൂടെ ഇരിക്കൽ, തമ്പുരാൻ്റെ കൂടെ ഇരിക്കൽ. അത് ധ്യാനമാണ്. അങ്ങനെയൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ സമയം കുറച്ച് മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഉപവസിക്കുവാണേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രകടനപരതകൾ കാണിച്ചു കൂട്ടുക. എന്നെ വിശപ്പാന്നറിയാവോ, എന്നെ ദാഹമാണെന്നറിയാവോ, ഞാൻ ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ കയ്യടി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ഭാവം നിനക്ക് വേണ്ടെന്നാണ് ഈശോ പറയുക. നിൻ്റെ ഉപവാസം മറ്റുള്ളവരെ കാണിക്കാനാകരുത്. മുഖം കഴുകി മുടിയൊക്കെ നന്നായിട്ട് ചീവി മിടുക്കനായിട്ട് നടക്കുക, മിടുക്കിയായിട്ട് നടക്കുക. പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെ കാണിച്ച് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുന്നവനായിട്ടല്ല.
വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു ശൈലി മാറ്റം, ഉപവാസത്തിൻ്റെ ഒരു രൂപാന്തരീകരണം ഒക്കെ ഈശോ പ്രതീക്ഷിക്കുന്നു. ധർമ്മദാനത്തിന് പുതിയൊരു കാഴ്ചപ്പാട് ഈശോ പ്രതീക്ഷിക്കുന്നു. അതൊരു പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്ത്യാനികളാണ്. ഇന്നും ഇന്നലെയോ ആയിരുന്നല്ല നമ്മൾ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നത്. എത്രയോ പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട്. പാലിച്ചിട്ടുണ്ടോ ഞാൻ എന്നതാണ് പ്രശ്നം. കുറേ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും തീർത്തു എന്ന് അവകാശപ്പെടലല്ല, പറഞ്ഞെന്നും അത് ചെയ്തെന്നും ഉറപ്പിക്കലാണ് നമുക്ക് വേണ്ടത്. ധർമ്മദാനത്തിൻ്റെ മേഖല, പ്രാർത്ഥനയുടെ മേഖല, ഉപവാസത്തിൻ്റെ മേഖല നമുക്ക് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇനിയും മാറ്റം വരുത്താനുണ്ട്. There are miles and miles to go before I sleep. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ വരികൾ ഹൃദയത്തിലൊന്ന് കുറിച്ച് വെക്കാം. ഇനിയും എനിക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. എൻ്റെ സഹന വഴികളിലൂടെ, എൻ്റെ പ്രാർത്ഥനാ അനുഭവത്തിലൂടെ, എൻ്റെ ധർമ്മദാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ രാജ്യം നമ്മിൽ സംജാതമാകാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ, ക്രിസ്തുനാഥൻ ജീവിതത്തിൽ പുലർത്തിയിരുന്ന മനോഭാവങ്ങൾ എൻ്റെ പുണ്യവഴികളാക്കി മാറ്റാനുള്ള തീരുമാനം അതുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.